അവസാനമായി പറയട്ടെ, എന്തിനേറെ സ്വലാത്ത് വിറ്റ് കാശാക്കാൻ മടിയില്ലാത്ത ഈ വിഭാഗം ആദരണീയരായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഈ തിരുമുടി പോലും ദുരുപയോഗം ചെയ്ത് ഉണ്ടെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലും മീതെ വഞ്ചന ഏതാ? റസൂലുള്ളാഹിന്റെ മുടിക്ക് ആരെന്തൊരു മർക്കസിലുണ്ടെന്ന് അവർ പറയുന്നത്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ആദരണീയരായ റസൂലുള്ളാഹിന്റെ മുടി ലോകത്തുണ്ട്. അതിന് ബറക്കത്തുണ്ട്, അതിന് പുണ്യമുണ്ട്, അതിന് മഹത്വമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വെല്ലൂരിലുണ്ട്, തമിഴ്നാട്ടിലൊരു മുടിയുണ്ട്, അതിന് സനതുണ്ട്, പരമ്പരയുണ്ട്. ആ മുടി എവിടെ നിന്ന് കിട്ടി? കശ്മീർ ഹസരത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്, അതിന് പരമ്പരയുണ്ട്, തങ്ങൾ വരെ എത്തിച്ചേർന്ന പരമ്പരയുണ്ട്. അബൂദാബിയിൽ ഹസ്റജി കുടുംബത്തിന്റെ കയ്യിൽ ആ മുടിയുണ്ട്. അതുപോലെ സുഡാനിൽ മുടിയുണ്ട്. ലോകത്ത് അറിയപ്പെട്ട സ്ഥലങ്ങളിൽ ഈ 14 നൂറ്റാണ്ടുകാലം കൃത്യമായ സനത് പരമ്പര സഹിതം കൈമാറിപ്പോന്ന് സൂക്ഷിച്ചു വരുന്ന, ഭദ്രമായി സൂക്ഷിച്ചു വരുന്ന ആ മുടിയുണ്ടെന്ന് മാത്രമല്ല, റബീഉൽ അവ്വലൊക്കെ ആ മുടി പുറത്തേക്കെടുത്ത് വെള്ളത്തിൽ മുക്കി ആ വെള്ളം തബറുക്കിന് വേണ്ടി ആളുകൾ വ്യാപകം വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ ആളുകൾ വെല്ലൂർ പോകാറുണ്ട്. നമ്മൾ ഈ ഹസ്റജി എന്ന മാന്യവ്യക്തിയുടെ കുടുംബത്തെ സംശയിക്കുന്നില്ല. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നസബയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മഹാനായിരിക്കാം. ഹസ്റജി എന്ന കുടുംബത്തോട് നമുക്ക് യാതൊരു പുച്ഛത്തിന്റെ അവഗണനയുടെ ലാഞ്ചന പോലുമില്ല. വലിയ കുടുംബമാണ് ഹസ്റജി സാദാത്തുമാർ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് അബൂദാബിക്കാരൻ ഹസ്റജി കൊടുത്ത മുടി, അൽ ഖബീസാതു ലിൽ ഖബീസീന വത്തയ്യിബാതു ലിത്തയ്യിബീൻ. ഹസ്റജല്ല, അതിന്റെ അപ്പുറമുള്ളനാലും ഇവിടെ ഒലക്കാണ്. ഹസ്റജല്ല, അതിന്റെ അപ്പുറമുള്ളനാലും ഇവിടെ ഒലക്കാണ്. ഹസ്റജല്ല, അതിന്റെ അപ്പുറമുള്ളനാലും ഇവിടെ ഒലക്കാണ്. ഹസ്റജി അങ്ങനെ എത്ര ഹസ്റജി ഇടും? അബുൽ അല മൗദൂദി സയ്യിദല്ലേ? നമ്മക്കെന്താ ഹസ്റജി? എവിടുന്ന് കിട്ടി ഈ ഹസ്റജിയെ? എവിടുന്ന് കിട്ടി ഈ ഹസ്റജിയെ? ഇവിടെ സ്വാലിഹീങ്ങളെ മുഴുവനും വിമർശിച്ച് നടന്ന, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ആക്ഷേപിച്ച, മശായിഖന്മാരുടെ മേൽ കുഫ്രിയത്ത് ആരോപിച്ച, ബഹുമാനപ്പെട്ട ഉലമാക്കളെ ആക്ഷേപിച്ച് നടന്ന ഈ മനുഷ്യന് ലോകത്ത് അല്ലാഹു സ്നേഹിച്ച മറ്റൊരു മനുഷ്യനുമായി ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല. അൽ ഖബീസാതു ലിൽ ഖബീസീന വത്തയ്യിബാതു ലിത്തയ്യിബീൻ. ഈ സുന്നികൾ ഈ വ്യവസായത്തെ, ഈ വാണിജ്യവൽക്കരിക്കപ്പെട്ട പ്രവാചകന്റെ തിരികേശം എന്ന പേരിൽ കാന്തപുരത്തിന്റെ മുടി എന്ന് എല്ലാ സുന്നികളും ഏറെക്കുറെ ഇന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ സഹോദരങ്ങളെ, ഈ സുന്നികളെ വെറുക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്നത് കാന്തപുരമാണ്. കാന്തപുരത്ത് വെല്ലാൻ പോകുന്ന വ്യവസായം നടത്താൻ ഈ സുന്നികൾക്ക് സാധിക്കാതെ പോയി. കാന്തപുരം വാരിക്കൂട്ടുന്ന പണവും കാന്തപുരം വാരിക്കൂട്ടുന്ന അംഗീകാരവും ആദമിന്റെ 2 മക്കളിൽ ഒരാൾക്കൊരാൾക്കുണ്ടാക്കിയ രോഗമുണ്ടാക്കി. അതെന്താണത്? അത് അസൂയയാണ്. ആ അസൂയയുടെ പിൻബലത്തിലാണ് ഇതിന്റെ സനത് പരിശോധിച്ചത്. ആ അസൂയയുടെ പിൻബലത്തിലാണ് അഹമ്മദ് ഹസ്റജിയുടെ ഗ്രന്ഥം തേടിപ്പോയത്. ആ അസൂയയുടെ പിൻബലത്തിലാണ് ഇതിന്റെ സനത് പരിശോധിച്ചത്. ആ അസൂയയുടെ പിൻബലത്തിലാണ് അഹമ്മദ് ഹസ്റജിയുടെ ഗ്രന്ഥം തേടിപ്പോയത്.